രാവേറയായി പൂവേ പുൻചെമ്പനീർ പൂവേ അടിപൊളിയായിരുന്നു. താങ്ക് യു. ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് നമ്മുടെ തിരുമേനിയുടെ വരികളിലാണ് കിട്ടിയത് അല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. തിരുമേനി, എങ്ങനെയുണ്ടായിരുന്നു നിവേദുട്ടന്റെ പാട്ട്? ഓ, മൊത്തം കൊഴുത്തു പാട്ട്. കൊഴുത്തു. ഓക്കെ, ശരത് സാർ. ഹായ് മക്കളെ. ഹായ്. ഹായ് സാർ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു മോനെ. എനിക്ക് ടോട്ടലി ഒന്ന് പറയാനുള്ള മോന് ഓവർ. അത് നീ തൊണ്ട അടപ്പുണ്ടോ കുഞ്ഞിന്? ഇല്ല. അപ്പൊ ഇത്രയും പവർ കൊടുത്തു ഒരു ഈ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന ലെവലിലേക്ക് അങ്ങ് ആയി. ആ മോൻ എനിക്ക് കുറെ സ്ട്രെയിൻ തോന്നി മോൻ പാടുമ്പോ. ആണോ? ആണ്. ഇതാരാ പാടിയത്? മധു ബാലകൃഷ്ണൻ. അവന്റെ കുഴപ്പം. വേറെ എത്രയോ പാട്ടുകാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ മധുവിന്റെ വേറെ എത്ര പാട്ടുണ്ടായിരുന്നു? മക്കളെ, മധു ഒരു ചക്ര കേട്ടവൻ. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ പറയും. നമ്മളിങ്ങനെയൊക്കെ പറയും മോനെ. എന്തോ എനിക്ക് ആ മനസ്സിലൊരു ഇത്തിരി ഈറൻ ഒന്ന് പാടാമോ അത് മക്കളെ? അതുപോലെ അക്ഷരങ്ങൾ പറയുന്നതും കൂടെ കുറച്ചും കൂടെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവാം കേട്ടോ. ശരി, എന്നാ പാട്ട് ആരംഭിക്കൂ. ഇരുൾ വീണ മനസ്സിലൊരിത്തിരീറൻ.
അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം? നാരി തീരി, അതാണ് തീനി ആണോ? ഏതാണ്? പാട്ട് കേട്ടപ്പോ ഇത് അങ്ങനെയാണ് തോന്നിയത്. മറ്റേ മധുനെ വിളിച്ച് ചോദിക്കേണ്ടി വരുമോ? അയ്യോ, അവൻ ജർമ്മനിയില്ല മക്കളെ. അത് ഇതുപോലുള്ള ചില സംശയങ്ങൾ, പിന്നെ മഞ്ഞുകാലം, അതൊക്കെ മോന് ശരിയാവണം കേട്ടോ. അത് കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ തിരഞ്ഞു പോയി മക്കള് പറഞ്ഞേ. തിരഞ്ഞു പോയി, മൈക്ക് വെച്ച് തിരഞ്ഞു പോയി. അതൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി പറഞ്ഞേ. ഈ രായി ഞായും ഒക്കെ കൂടെ കിടക്കുന്നുണ്ട്, അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുക കേട്ടോ മക്കളെ. ഇവന് ഭയങ്കര സീരിയസ് ആണല്ലോ ഷാനെ. ഇതെന്ത് പറയണം? ഓക്കെ. ശരത്തേട്ടന്റെ മുന്നിൽ വന്നോണ്ടാണോ? സാധാരണ അവരിങ്ങനെ മക്കളെ, അതുപോലെ ഈ അനുപല്ലവിയും ചരണത്തിന്റെ എൻഡില് അത് കണക്ട് ചെയ്യുന്നില്ല ഈ സ്ട്രിങ്സിന്റെ കൂടെ. ആ നോട്ടിനൊരു പെർഫെക്ഷൻ വേണം കേട്ടോ. അത് എന്തെങ്കിലും ഓന്നാക്കി അങ്ങ് കളഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു ഗ്രാമർ ഉണ്ട്. അപ്പൊ അത് മോനൊന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ ഈ ചരണം അതൊരുമാതിരി WWF സ്വഭാവമായിരുന്നു. അയ്യോ കാത്തിരിപ്പിന്റെ എന്നൊക്കെ പറഞ്ഞിട്ടോ, അത്ര ബലം വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. മക്കളത് നോക്കിക്കോളാം. സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നു കുഞ്ഞ്, അതുകൊണ്ടാ കേട്ടോ. മക്കളെ ഇടിപെട്ട് പാട്ടുകാരനാ. നീ ഇവിടുന്ന് ഗോൾഡൻ മൈക്ക് അടിച്ചോണ്ട് പോയല്ലേ? ഇപ്പൊ എവിടെയാ അത്? തിരിച്ചെടുത്ത് വെക്കണം അവിടെ. മൈക്ക് കൊടുക്കും. അപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. അത് ശരി, അതപ്പോ എനിക്ക് സന്തോഷമായി. എനിക്ക് കുശും പഠിച്ചു. അങ്ങനെ ഒരാൾ ഗോൾഡൻ മൈക്ക് കൊണ്ടുപോകാന്ന് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ അല്ലേ? നമുക്കൊരു വെള്ളി പോലും കിട്ടിയിരുന്നു പാടുമ്പോ പോലും. ഷാനെ പറ. കേട്ടാ, നമുക്കറിയാം പണി, നമ്മൾ നോക്കിക്കോളാം. നിവേദൂട്ടാ, ഇവൻ എന്തോ പറ്റിയില്ലേ ഷാനിക്ക? കോട്ടിട്ടേന്റെ ആണോ ഇനി? സാധാരണ മുണ്ട കൊടുത്തല്ലേ വരാറ്. അയ്യോ എന്റെ പൊന്നെ, വേണ്ട. നിവേദ എന്തായാലും സാധാരണ പാടുന്ന ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. എനിക്ക് പല വാക്കുകളും പാടിയതൊന്നും എനിക്ക് മനസ്സിലായില്ല. നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളും ഒട്ടും ഫൈറ്റ് ചെയ്യാത്ത ഒരാളും തമ്മിലുള്ള ഒരു ജുഗൽബന്ദി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ശരത്തേട്ടൻ പാടിപ്പിച്ച് ഇരുൾ വീണ അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് താണു. അപ്പൊ രണ്ട് എക്സ്ട്രീംസ് പോലെ ഫീൽ ചെയ്തു. പിന്നെ ആ ലോ വരുന്ന ഭാഗങ്ങളിലൊന്നും എന്താണ് പാടണേന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. ഞാനതിങ്ങനെ നോക്കേണ്ടി വന്നു, എന്താണ് പാടണേന്നുള്ളത്. ഒരു വാക്ക് അത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കണം. കാത്തിരിക്കും കാവൽ മേഘം വാതിൽ ചാരുന്നു എന്നാണ് ഇതിൽ എഴുതിയിരിക്കണേ. അപ്പം പാടിയത് ചായുന്നു എന്നാ. ഏതാ വല്ല പിടുത്തമുണ്ടോ? അതും മധുചേട്ടനെ വിളിച്ചു ചോദിക്കണോ? ജർമ്മനിയിലേക്ക് ഒരു കോൾ ചെയ്തിട്ട് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? ഈ ഒരു പാട്ട് കാരണം മധു ഭയങ്കര ബിസിയാണ്. അത്ര ഡൗട്ടാ. പിന്നെ ഈ ഒക്കെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കുറെ സ്ലിപ്സ് ഉണ്ടായിരുന്നു. നിവേദ് സാധാരണ പാടുന്ന പോലെ അല്ല ഇന്ന് പാടിയത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ മോനെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നമ്മുടെ പഴയ നിവേദ് കേട്ടോ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. നിവേദ്, എന്തോ സാർ? ഒരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. മെയിൻലി ഇതിന്റെ സ്കെയിൽ ഒരുപാട് മാറ്റിയോ? ഇതിന്റെ ഒറിജിനൽ എത്രയാ സ്കെയില്? ഒറിജിനൽ സി ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതിലാ പാടിയ മോൻ? ബി ഫ്ലാറ്റ്. ശരി, പക്ഷെ അത് മേ ബി മോന്റെ ആ ഒരു മോൻ ബാക്കി റൗണ്ട്സിലൊക്കെ പാടിയപ്പം ഇപ്പോഴത്തെ ആ ഒരു വോയിസ് ചേഞ്ചിങ് സ്റ്റേജിൽ സ്യൂട്ട് ആവുന്ന പാട്ടിലായിരുന്നു ഇതുവരെ എടുത്തത്. അപ്പൊ ഇത് ഒരു തുടങ്ങുന്നത് ഒരു മേളിലല്ലേ തുടങ്ങുന്ന സാർ ഈ സോങ് അങ്ങനെ. അപ്പൊ അത് ഓൾറെഡി മൈൻഡിലുണ്ട് ആൾക്കാരുടെ. അപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വിചാരിക്കും ആ ഒറിജിനൽ പോലെ. അപ്പം അതിന്റെ റീസൺ ഇതാണ്, സ്കെയില് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു പാട്ട് എടുക്കരുത്. നമ്മുടെ വോയിസിന് ആ ഒറിജിനൽ ആയിട്ട് പറ്റുന്നതാണെങ്കിൽ അത് എടുക്കുക. പിന്നെ മൈക്ക് പ്ലേസ്മെന്റ് നീ കറക്റ്റ് ടോപ്പ് പോർഷനിൽ പോകുമ്പോൾ അടുത്തോട്ട് വെക്കുന്നുണ്ട്, തിരിച്ച് ചെയ്താൽ മതി. അതായത് മേളിലോട്ട് നമ്മളിങ്ങനെ പാടി ത്രോ കൊടുക്കുന്ന സമയത്ത് കുറച്ച് മൈക്ക് നീക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതങ്ങ് പീക്കടിക്കും. ബേസ് പോർഷൻസ് പലതും കിട്ടാത്ത സ്ഥലത്തൊക്കെ ക്ലോസ് ആക്കി വെച്ചിട്ട് ഇങ്ങനത്തെ പോർഷൻസ് വരുമ്പോൾ മൈക്ക് ഒന്ന് പ്ലേസ്മെന്റ് ഒക്കെ ഒന്ന് ഇതാക്കണം. ലാസ്റ്റത്തെ അതൊന്ന് പാടിക്കേ. ഇത് വെറുതെ നിൻ ശ്രുതി അറിയാതൊരു പാർവണ സംഗീതം. ഓക്കെ, പലതിനും അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല. നേരത്തെ ശ്രുതി നല്ല പാടിയത്, വേറെന്തോ ഒരു വാക്കാ പാടിയത്. പിന്നെ ലാസ്റ്റ് ഇതിൽ ഇത്രയും വെയിറ്റ് വേണ്ട മോനെ. ഇതൊരു സിമ്പിൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് പാട്ടാണ് ശരിക്കും. അതിൻ്റെ വേർഡ്സ് അങ്ങനല്ലേ, പൂവേ, അതൊക്കെ അങ്ങനെ ലൈറ്റായിട്ട് പാടി വിടേണ്ടതാ. അപ്പം മോൻ ആ ഒരു അത്രയും ബലം പിടിക്കണ്ടായിരുന്നു. എനിക്കതാ തോന്നിയത്. ഒരു റെസ്ലിംഗ് കറക്റ്റ് WWF ആയിരുന്നു കുറച്ച് നേരം അവിടെയൊക്കെ കേട്ടോ.
ഓൾ ദ ബെസ്റ്റ്. അപ്പം താങ്ക് യു സർ. ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരണം അടുത്ത പ്രാവശ്യം. നിവേദിന്ന് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്, ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളെ ഇത് ആരാ എഴുതിയത്? ഇത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. അതറിയാം. ഇതിനകത്ത് എഴുതിയത് ആരാ? ഈ എഴുതി തന്നതാരാ? ആരെഴുതി? അമ്മ. നല്ല കൈയക്ഷരം കേട്ടോ, നല്ല കേഷ. വെരി ബ്യൂട്ടിഫുൾ. നിവേദുട്ടാ, എന്തോ അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ. ഇത്തവണ 7.5. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 7.5. താങ്ക് യു സാർ. 15 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി, കുഴപ്പമില്ല. പക്ഷെ ഇനി ഇത് വാങ്ങരുത്. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ചേട്ടൻ ഈ മാർക്കിന്റെ കാര്യം കൂടി ഒന്ന് പറ. ശരത് സാർ എഴുതിയിടുന്ന എനിക്ക് ഉറപ്പാണല്ലോ. ചേട്ടൻ ഇപ്പൊ അടുത്ത കുട്ടിയുടെ മാർക്ക് എഴുതിയിടണേ. അതിപ്പോഴല്ല, അത് വന്നു കഴിഞ്ഞിട്ട്. മക്കളെ ഇത് മോൻ്റെതാ കേട്ടോ. കേട്ടോ, നന്നായി പ്രാർത്ഥിച്ചോ. ഇടാൻ പോവാ. ഇട്ടേക്കട്ടെ. ഇടട്ടെ. ഇട്ടു.